ഹായ്, നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് മൊഡ്യൂൾ 10 ആണ്. സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്. ഏതൊക്കെ സബ്ജക്റ്റിൻ്റെ കൂടെ ഏതൊക്കെ വെർബുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത്. നമ്മൾ ഏറ്റവും ആദ്യത്തെ ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ സബ്ജക്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്ന ഒരാളെയാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. എത്രയെടുത്ത് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു? ഹി, ഷീ, ഇറ്റ്, എവരിബഡി സിംഗുലർ, ഐ, യു, ദേവി പ്ലൂരൽ എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ തൊട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഓക്സിലറി വേർബ്സ് ആണ്. അതിനെ ഹെൽപ്പിംഗ് വേർബ്സ് എന്നും പറയുന്നുണ്ട്. 24 എണ്ണമാണുള്ളത്. അതിൽ 11 എണ്ണം വരുന്നത് ഓർഡിനറി ഓക്സിലറി ആണ്. ബാക്കി 13 എണ്ണം വരുന്നത് മോഡൽ ഓക്സിലറി ആണ് എന്ന് നമ്മൾ പഠിച്ചതായിരുന്നു. അതിൽ ഓർഡിനറി ഓക്സിലറി 11 എണ്ണം വരുന്ന ഓർഡിനറി ഓക്സിലറി നമ്മൾ കവർ ചെയ്തതായിരുന്നു. ഈസ്, എം, ആർ, വാസ്, വെർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ് ഇത്രയുമാണ് നമ്മുടെ ഓർഡിനറി ഓക്സിലറി വരുന്നത്. ഈസ്, എം, ആറിൻ്റെ അർത്ഥം ആകുന്നു അല്ലെങ്കിൽ ആണ് എന്നാണ്. വാസ്, വേറിൻ്റെ അർത്ഥം ആയിരുന്നു എന്നാണ്. ഡു, ഡസ് എന്ന് പറഞ്ഞാൽ ചെയ്യാറുണ്ട് എന്നാണ്. ഡിഡ് എന്ന് പറഞ്ഞാൽ ചെയ്തു എന്നാണ്. ഹാസ്, ഹാവ് ഉണ്ട്. ഹാഡ് പറഞ്ഞാൽ ഉണ്ടായിരുന്നു. ഇതിനെ തന്നെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബി, ഡു, ഹാവ് എന്ന് പറഞ്ഞിട്ട് ഈ 3 കാര്യങ്ങളെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബി, ഡു, ഹാവ്. ഈസ്, ആം, ആറ്, വാസ്, വേർ ഒരു സെൻറ്റൻസിൽ ഉണ്ടെങ്കിൽ വെർബിൻ്റെ കൂടെ ING ആണ് ഉപയോഗിക്കേണ്ടത്. ഹാസ്, ഹാവ്, ഹാഡ് ഉണ്ടെങ്കിൽ വെർബിൻ്റെ തേർഡ് ഫോം ആണ്. ഡു, ഡസ്, ഡിഡ് ആണെങ്കിൽ വെർബിൻ്റെ ഫസ്റ്റ് ഫോം മാത്രം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. വെർബിൻ്റെ ഫസ്റ്റ് ഫോം എന്താണ്, സെക്കൻഡ് ഫോം എന്താണ്, തേർഡ് ഫോം എന്താണെന്നുള്ളതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഈ പറയുന്ന ഈസിനും ആമിനും ആറിനും സെയിം അർത്ഥമാണ്. പിന്നെ എന്തിനാണ് ഈസ്, ആം, ആറ്? ഒരെണ്ണം പോരെ. ഓക്കെ, പക്ഷേ ഇത് ഉപയോഗിക്കുന്നത് വ്യത്യാസമുണ്ട്. ഓക്കെ, ഇത് എവിടെ ഉപയോഗിക്കുന്നു എന്നതിൽ വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈസിൻ്റെയും ആമിൻ്റെയും ആറിൻ്റെയും അർത്ഥം എന്ന് പറയുന്നത് ആകുന്നു എന്നുള്ളതാണ്. ഈസ്, ആം, ആറ് അർത്ഥം വരുന്നത് ആകുന്നു എന്നാണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഈസ്, ആം, ആറ് ആകുന്നു എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞതായിരുന്നു. ഈസ് യൂസ് ചെയ്യുന്നത് എല്ലാ സിംഗുലറിൻ്റെ കൂടെയും ഉപയോഗിക്കാം. ഈസ് യൂസ് ചെയ്യുന്നത് എല്ലാ സിംഗുലറിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള സിംഗുലർ ഏതൊക്കെയാണ്? നമ്മൾ പഠിച്ചിട്ടുള്ള ഹീ ഉണ്ട്, ഷീ ഉണ്ട്, ഇറ്റ് ഉണ്ട്, അതുപോലെ തന്നെ എവരിബഡി ഉണ്ട്. ഓക്കെ ഓക്കെ ഇതിൻ്റെ കൂടെയൊക്കെ നമ്മൾ പറയില്ലേ, ഹി ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ്, എവരിബഡി ഈസ്. ഇനി ആം എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ആം യൂസ് ചെയ്യുന്നത് ഐയുടെ കൂടെ മാത്രമാണ്. ആറാണെങ്കിൽ നമുക്ക് യുവിൻ്റെ കൂടെ യൂസ് ചെയ്യാം. യു ആർ. ദയുടെ കൂടെ യൂസ് ചെയ്യാം. ദേ ആർ. വിയുടെ കൂടെ യൂസ് ചെയ്യാം. വി ആർ. ഓക്കെ, ഒന്നുകൂടി പറയാം. ഈസ് യൂസ് ചെയ്യുന്നത് ഹി ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ്, എവരിബഡി ഈസ്. ആം യൂസ് ചെയ്യുന്നത് ഐ ആം. ആർ യൂസ് ചെയ്യുന്നത് യു ആർ, ദേ ആർ, വി ആർ. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് നോക്കിക്കേ. വാസ് അല്ലെങ്കിൽ വേറാണ്. രണ്ടിൻ്റെയും അർത്ഥം പറയുന്നത് എന്താണ്? ആയിരുന്നു. വാസിൻ്റെയും വേറിൻ്റെയും അർത്ഥം എന്ന് പറയുന്നത് ആയിരുന്നു എന്നാണ്. വാസ് യൂസ് ചെയ്യുന്നത് ഐയുടെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും. ഐ വാസ്. ഓക്കെ, പിന്നെ എല്ലാ സിംഗുലറിൻ്റെ കൂടെയും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഐ ആൻഡ് എല്ലാ സിംഗുലറിൻ്റെ കൂടെ യൂസ് ചെയ്യും. ഇപ്പോൾ എല്ലാ സിംഗുലർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹീ ഉണ്ട്, അതുപോലെ തന്നെ ഷീ ഉണ്ട്, ഇറ്റ് ഉണ്ട്, അതുപോലെ തന്നെ എവരിബഡി. ഇതിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, വേർ യൂസ് ചെയ്യുന്നത് യു, ദേ, വി ഇതിൻ്റെ കൂടെയാണ്. ഓക്കെ, നമ്മൾ പറയും യു വേർ, ദേ വേർ, വി വേർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് പറയുന്നത് ഡു, ഡസ്. രണ്ടിൻ്റെയും അർത്ഥം വരുന്നത് സെയിം ആണ്. എന്നാണ് അർത്ഥം വരുന്നത്? ചെയ്യാറുണ്ട്. ഓക്കെ, ഡു യൂസ് ചെയ്യുന്നത് എല്ലാ പ്ലൂരലിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും. എല്ലാ പ്ലൂരൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചുള്ള പ്ലൂരലാണ്. ഐ, യു, ദേ, വി. ഐ ഡു, യു ഡു, ദേ ഡു ആൻഡ് വി ഡു. ഡസ് യൂസ് ചെയ്യുന്നത് എല്ലാ സിംഗുലറിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ പഠിച്ചിട്ടുള്ള സിംഗുലർ ഏതൊക്കെയാണ്? ഹീ, ഷീ, ഇറ്റ്, അതുപോലെ തന്നെ എവരിബഡി. ക്ലിയർ ആണല്ലോ? ഹീ, ഷീ, ഇറ്റ്, എവരിബഡി. ഓക്കെ, ഇനി ഡിഡിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ചെയ്തു എന്നാണ് അർത്ഥം വരുന്നത്. ഡിഡ് പറഞ്ഞാൽ ചെയ്തു എന്നാണ്. ചെയ്തു. ഓക്കെ, എല്ലാ സബ്ജക്റ്റിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും. ഓൾ സബ്ജക്ട്സ്. ഹീ, ഷീ, ഇറ്റ്, എവരിബഡി എല്ലാതിൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് വരുന്നത് ഹാസ്, ഹാവ്. രണ്ടിൻ്റെയും അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? ഉണ്ട് എന്നാണ്. ഹാസ് ഉപയോഗിക്കുന്നത് എല്ലാ സിംഗുലറിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും.
ഹി ഹാസ്, ഷീ ഹാസ്, ഇറ്റ് ഹാസ് ആൻഡ് എവറിബഡി ഹാസ്. ഹാവ് യൂസ് ചെയ്യുന്നത് എല്ലാ പ്ലൂറലിനെ കൂടിയാണ്. ഐ ഹാവ്, യു ഹാവ്, ദേ ഹാവ് ആൻഡ് വി ഹാവ്. ഹാഡിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല, ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. എല്ലാ സബ്ജക്റ്റിനും കൂടി യൂസ് ചെയ്യാൻ പറ്റും. ഓൾ സബ്ജക്ട്സ്, എല്ലാ സബ്ജക്റ്റിനും കൂടെ യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി റിവൈസ് ചെയ്യാണ്. ഹാസ്, ഹാവ്, ഡു, ഡസ്, ഡിഡ് എവിടെയൊക്കെ ഏതൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത്. ഓക്കെ. ഈസിൻ്റെയും ആമിൻ്റെയും ആറിൻ്റെയും അർത്ഥം സെയിം ആണ്, ആകുന്നു അല്ലെങ്കിൽ ആണ്. ഈസ് യൂസ് ചെയ്യുന്നത് ഹീസ്, ഷീ ഈസ്, ഇറ്റ് ഈസ്, എവറിബഡി ഈസ്, എല്ലാ സിംഗുലറിൻ്റെ കൂടെ. ആം യൂസ് ചെയ്യുന്നത് ഐയുടെ കൂടെ മാത്രമാണ്. നമ്മളിങ്ങനെ പറയില്ലേ, ഐ ആം എ ഡോക്ടർ, ഐ എം എ ടീച്ചർ, ഐ എം എ ട്രെയിനർ, ഐ എം എ സ്റ്റുഡൻറ്റ്, ഇതൊക്കെ പറയില്ലേ? ഓക്കെ. ഇനി ആർ യൂസ് ചെയ്യുന്നത് യു ആർ, ദേ ആർ, വി ആർ എന്ന് പറയുന്ന സബ്ജക്റ്റിന് കൂടിയാണ്. ഇനി വാസ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഐ വാസ് എന്ന് പറയാം, ഐയുടെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാ സിംഗുലർ ഹി വാസ്, ഷീ വാസ്, ഇറ്റ് വാസ്, എവറിബഡി വാസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ. ഇനി വേറെ യൂസ് ചെയ്യുന്നത് നമ്മൾ ആറ് യൂസ് ചെയ്തിരുന്നില്ല. ആറിന് എവിടെയൊക്കെ പറഞ്ഞു നമ്മൾ യു, ദേ, വി, അതിൻ്റെ തന്നെ പാസ്റ്റ് ആയിട്ടുള്ള മീനിങ് ആണ് വേറിന്. യു, ദേ, വിയുടെ കൂടെ തന്നെയാണ് വേറും യൂസ് ചെയ്യുന്നത്. അടുത്തത് ഡു, ഡസ് ആണ്. അർത്ഥം പറയുന്നത് ചെയ്യാറുണ്ടെന്നാണ് അർത്ഥം വരുന്നത്. ഡു നമുക്ക് പ്ലൂറലിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും. ഐ ഡു, യു ഡു, ദേ ഡു ആൻഡ് വി ഡു. ഓക്കെ. ഡസിൻ്റെ അർത്ഥം ചെയ്യാറുണ്ട് തന്നെയാണ്, സിംഗുലറിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. ഹി ഡസ്, ഷീ ഡസ്, ഇറ്റ് ഡസ് ആൻഡ് എവറിബഡി ഡസ്. ഡിഡിൻ്റെ അർത്ഥം പറയുന്നത് ചെയ്തു എന്നാണ്. നമുക്ക് എല്ലാ സബ്ജക്റ്റിനും കൂടി യൂസ് ചെയ്യാൻ പറ്റും. ഐ ഡിഡ്, യു ഡിഡ്, ദേ ഡിഡ്, വി ഡിഡ്, ഹി ഡിഡ് എല്ലാതും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി അടുത്തത് ഹാസ്, ഹാവ് ആണ്. രണ്ടിൻ്റെയും അർത്ഥം പറയുന്നത് ഉണ്ട് എന്നാണ് അർത്ഥം വരുന്നത്. ഹാസ് യൂസ് ചെയ്യുന്നത് ഹി ഹാസ്, ഷീ ഹാസ്, ഇറ്റ് ഹാസ് ആൻഡ് എവറിബഡി ഹാസ്. ഹാവ് യൂസ് ചെയ്യുന്നത് ഐ ഹാവ്, യു ഹാവ്, ദേ ഹാവ് ആൻഡ് വി ഹാവ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി അടുത്തത് ഹാഡ് ആണ്. ഹാഡിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം വരുന്നത്. നമുക്ക് മീനിങ് യൂസ് ചെയ്യുന്നത് ഉണ്ടായിരുന്നു എന്നാണ്. എല്ലാ സബ്ജക്റ്റിനും കൂടെ നമുക്ക് ഹാഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഐ ഹാഡ്, യു ഹാഡ്, ദേ ഹാഡ് ആൻഡ് വി ഹാഡ്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ തന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.